കയറാൻ പോകുന്നേ. ഇതാണ് ഇവരെല്ലാരും ഇവിടെ ഇതിന്റെ ഈ ലീഫിലൊക്കെ മണം എന്ന് പറഞ്ഞാൽ ഫിഷിന്റെ ആ ഹാങ് ഓവർ മാറും. അതിൽ നിന്ന് നേരെ നമ്മൾ ഇതിലോട്ട് കയറുമ്പോഴത്തേക്കിനും ഈ ഫ്രഷ് വെജിറ്റബിൾസിന്റെയും ലീഫുകളുടെയും അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ തലയുടെ കെട്ടൊന്ന് വീടും. ഈ ലീഫുകൾ നമ്മളങ്ങനെ നമ്മളുടെ കപ്പക്കിഴങ്ങിന്റെ ഇലയാണ് കേട്ടോ ഗൈസ്. ഇതിവിടെ ചീരയായിട്ട് തോരൻ വെക്കും. പിന്നെ കണ്ടോ, ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. പ്രായം ചെന്ന അറബികൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡേറ്റ്സ് ഇത് കണ്ടോ, ചൊരയ്ക്കാന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഇതിന്റെ വലിപ്പം കണ്ടു, ഇത് വലിയ ബക്കറ്റിന്റെ അത്രയും ഉണ്ട്. ഉമാനിലെ ഷുവ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. റീൽസ് ഒക്കെ എടുത്താൽ മതി, എല്ലാവർക്കും കാണാൻ പറ്റും. അത് ചെയ്യുന്നത് ഒരു വലിയ കുഴിയിലൊക്കെ ഇട്ടിട്ടാണ്. ആ ഷുവ എന്ന് പറയുന്ന മീറ്റ് ഈ ഒരു പായയിലാണ് അവര് പൊതിഞ്ഞിട്ട് കുഴിയിലോട്ട് തള്ളുന്നത്. മസാല ഒക്കെ പുരട്ടി ഇത് ബാഗ് പോലെ ഇരിക്കുമായിരുന്നു. എന്നിട്ടാണ് 3 days ആ കുഴിയിൽ ഈ പായ്ക്കകത്ത് കിടന്നാണ് അത് സോഫ്റ്റ് ആയിട്ട് വേകുന്നത്. അപ്പോൾ അറിയാൻ വയ്യാത്ത നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. നമ്മുടെ പനയുടെ കോലയും കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളും എന്താണ് ഇവിടുത്തെ മസാലകളാണ്. ഡ്രൈ ഫ്രൂട്ട്സ്, മസാലാസ്, ഫ്രൂട്ട്സ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒലീവാണ് വെച്ചിരിക്കുന്നത്. ഒലീവ്. ഓക്കെ, ഒലീവ്. എല്ലാവരും വന്ന് എടുക്കുക. എന്നെ കളഞ്ഞിട്ട് അവര് പോയി. ഇത് ഇലകളൊക്കെ ഇങ്ങനെ കോഫി, ഫ്രഷ് ആയിട്ടുള്ള കോഫി